ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം വേണമെന്ന് മാർപ്പാപ്പ. ലോകത്ത് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും അങ്ങനെ പറഞ്ഞ് തെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയ കാരണങ്ങൾക്ക് വേണ്ടി. നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികൾ വരെ ഈ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ലോകതലത്തിൽ അങ്ങനെ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ അവസരത്തിലാണ് ലോകത്തിലെ ഏറ്റവും പ്രധാന ക്രിസ്തീയ പുരോഹിതൻ, ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ വെളിച്ചങ്ങളിൽ ഒന്ന് പോപ്പ് ലിയോ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം ലോകത്തിന് ആവശ്യമാണ് എന്ന് ഓർക്കുക. നമ്മുടെ രാഷ്ട്രീയത്തെ മഹാത്മാഗാന്ധി പറയും ഹിന്ദു മുസ്ലിം ഐക്യം ആവശ്യമാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വ്യത്യസ്ത വിശ്വാസ വിഭാഗങ്ങൾക്കാണ്. ഇതെന്നും അങ്ങനെ തന്നെയായിരിക്കും. ഇതിനെ ഒരു കേവല മതേതരത്വത്തിന്റെ പേരിൽ മതവും വിശ്വാസവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല. പകരം വ്യത്യസ്ത മതവിശ്വാസം ഉണ്ടാകും. എന്നാൽ സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സമവായത്തിന്റെയും സമന്വയത്തിന്റെയും പാലങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം എന്നുള്ള മഹത്തരമായ സന്ദേശമാണ് മാർപ്പാപ്പ നൽകുന്നത്. ട്രംപിനെതിരെ നിരന്തരമായി അമേരിക്കൻ പോളിസികളെ എതിർക്കുന്ന ഒരാളാണ് അമേരിക്കക്കാരൻ കൂടിയായ മാർപ്പാപ്പ. ട്രംപിന്റെ നിലപാടുകളെ ശക്തമായി എതിർത്തുകൊണ്ട് ഇറാൻ അനുകൂലമായി നിലപാടെടുക്കുന്ന ഒരാളാണ് മാർപ്പാപ്പ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നന്മയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. അങ്ങനെ പോപ്പിന്റെ പ്രസ്താവനയാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത്. അത് വളരെ പ്രസക്തവുമാണ്. നമ്മുടെ നാട്ടിലെ ക്രിസംഖികളടക്കം ഇറാനും ഇസ്രായേലും എവിടെയാണെന്ന് ചോദിച്ചാൽ വേൾഡ് മാപ്പിൽ കാണിച്ചു തരാൻ കഴിയാത്തവന്മാരടക്കം അതിരൂക്ഷമായിട്ട് ഇറാനെ മുസ്ലിം വിരോധം കൊണ്ട്, ഇസ്ലാമോഫോബിയ കൊണ്ട് കടന്നാക്രമിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇതിൽ പല ക്രിസ്ത്യൻ നാമധാരികളും യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളല്ല. ഈ തീവ്ര ഹിന്ദുത്വവാദികളും അവരുടെ IT സെല്ലും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് പലരുടെയും പ്രൊഫൈൽ ലോക്ക്ഡ് ആണെന്ന് കാണുന്നത്. എന്നിട്ട് ക്രിസ്ത്യൻ മുസ്ലിം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് പല ആൾക്കാരും ശ്രമിക്കുന്നത്. അങ്ങനെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഐക്യം വേണമെന്നുള്ള പോപ്പിന്റെ പ്രസ്താവന വളരെ സ്വാഗതാർഹമാണ്. വ്യത്യസ്ത മതങ്ങളിലെ വ്യക്തികളെ പോപ്പ് നേരിട്ട് കാണുകയും ആ രീതിയിൽ പോപ്പ് വളരെ കാര്യമായിട്ട് അതിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ നേതാക്കളെ ഒരുമിച്ച് കാണുകയും അവർക്ക് തമ്മിൽ ഐക്യവും യോജിപ്പും അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് എല്ലാ മതങ്ങളിലുമുള്ള സത്യത്തിന്റെ ധാരയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ലോകത്തിൽ മുമ്പിൽ വെക്കുന്നത് വളരെ പോസിറ്റീവാണ്. വ്യത്യസ്ത മതങ്ങൾ, വിശ്വാസങ്ങൾ, വത്തിക്കാന്റെ ന്യൂസ് തന്നെ ഞാൻ കോട്ട് ചെയ്യാം. ഇത് വത്തിക്കാന്റെ ന്യൂസാണ്, ഔദ്യോഗികമായിട്ടുള്ള വത്തിക്കാന്റെ ന്യൂസ്. ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും പറയില്ല. ഇത്തരം വാർത്തകൾ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പോസിറ്റീവായി മതങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ ലോകം അറിയണം. നമ്മുടെ നാട്ടിലെ കേവല മതേതരവാദികളും എല്ലാ മതങ്ങളും മോശമാണെന്ന് ചിത്രീകരിക്കുന്നവർ, മതമെന്നോ വിശ്വാസമെന്നോ ആത്മീയതയെന്നോ കേട്ടാൽ എല്ലാം പ്രശ്നക്കാരാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരാണ്. നേരെ തിരിച്ച് ഓരോ വിഭാഗങ്ങളിലുള്ള തീവ്ര സുരക്കാർ, തീവ്ര ഹിന്ദുത്വവാദികൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര ക്രിസ്ത്യൻവാദികൾ, തീവ്ര കാസ ടീമുകളൊക്കെ വിരോധത്തിന്റെ, വിദ്വേഷത്തിന്റെ കാര്യങ്ങൾ മാത്രമേ അവർ ഹൈലൈറ്റ് ചെയ്യുകയുള്ളൂ. പക്ഷേ ഇതേപോലുള്ള നല്ല ഡയലോഗ്സ് പോപ്പിന്റെ ഭാഗത്തു നിന്ന് വളരെ ഇതാണ് പോപ്പ് പറയുന്നത്. പോപ്പിന്റെ എക്സാക്ട് വാചകങ്ങൾ: വ്യത്യസ്ത വിശ്വാസങ്ങൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ആത്മീയ ധാരകൾ, ആ വിശ്വാസങ്ങൾക്ക് കോ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. അവർക്ക് പ്രൊമോട്ട് പീസ് ഇൻ എ റാഡിക്കലൈസ് വേൾഡ്. അവർക്ക് സമാധാനത്തെ പുൽകാൻ കഴിയും. വളരെ പോളറൈസ്ഡ് ആയ വർഗീയ വിഭജനത്തിൽ നിൽക്കുന്ന ഈ ലോകത്ത് ഒരുമയുടെ, ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, പരസ്പരം പാലങ്ങളാകുന്ന ശബ്ദം വേണമെന്ന് പറഞ്ഞാൽ പോപ്പ് ലിയോ ഇത് പ്രോഗ്രാം ഫോർ ക്രിസ്ത്യൻ മുസ്ലിം റിലേഷൻസ് അതിലാണ് പറയുന്നത്. പോപ്പ് പറയുന്നത് ഫ്രറ്റേണിറ്റി, സാഹോദര്യം വേണം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ. അവർക്ക് ഒരുമിച്ച് സമാധാനവും ലോക നന്മയും മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയണം. പോപ്പ് എന്നിട്ട് പറയുന്നു, ഈ ലോകം മതപരമായ റാഡിക്കലൈസേഷനിലൂടെയും ഡിവിഷനിലൂടെയും കോൺഫ്ലിക്റ്റിലൂടെയും കടന്നു പോവുകയാണ്. അവിടെ ഹാർമണി വേണം, സാംസ്കാരികപരമായ ഐക്യം വേണം എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. പോപ്പ് ഇത് കോട്ട് ചെയ്യുന്നത് മുമ്പ് പള്ളികളിൽ തന്നെയുള്ള നോസ്ട്രാ അറ്റേറ്റ് എന്ന് പറയുന്ന ഡോക്യുമെന്റിനെ വെച്ചാണ്. അതിൽ പള്ളിയുടെ തന്നെ നിലപാട്, ഔദ്യോഗിക നിലപാട്, ചർച്ച് റിജക്ട്സ് നത്തിങ് വാട്ട് ഈസ് ട്രൂ ആൻഡ് ഹോളി ഇൻ ദീസ് റിലീജിയൻസ്. എല്ലാ മതങ്ങളിലുമുള്ള ട്രൂവും ഹോളിയുമായ കാര്യങ്ങളൊന്നും നമ്മൾ റിജക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് വളരെ മനോഹരമായ ഒരു വാചകമുണ്ട്: എല്ലാ വിശ്വാസങ്ങളും ദേ ഓഫൻ റിഫ്ലക്ട് എ റേ ഓഫ് ട്രൂത്ത് വിച്ച് എൻലൈറ്റൻസ് ഓൾ മെൻ ആൻഡ് വുമൻ. എല്ലാ വിശ്വാസങ്ങളിലുമുള്ള നമ്മളെ എൻലൈറ്റൻ ചെയ്യുന്ന, നമ്മളെ നന്മയിലേക്ക് എത്തിക്കുന്ന, നമുക്ക് നന്മയുടെയും പ്രകാശത്തിന്റെയും വഴി കാണിച്ചു തരുന്ന, എല്ലാ പുരുഷനും സ്ത്രീക്കും ആ പ്രകാശത്തിന്റെ വഴി കാണിച്ചു തരുന്ന ആ റേയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ബൗദ്ധരും വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാം വയലൻസിനെ ഡിനൗൺസ് ചെയ്ത് പീസിലേക്ക്, സമാധാനത്തിലേക്ക്, പ്രജുഡിസും ഹേട്രഡും ആങ്കറും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് പോപ്പ് പറയുന്നത് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ.